To all, in our last two videos we discussed about definite integral and their properties. Today we start a new three properties. In the last video we discussed four properties already. That is integral a to b f of x into x equal to integral a to b f of y into dy. Integral a to b f of x into equal to minus integral b to a f of x into dx. Integral a to b f of x into dx is equal to a to c f of x into dx plus c to b f of x into dx, and last fourth property 0 to a f of x into dx is equal to 0 to a f of a minus x into dx. Today we start a fifth property. Integral a to b f of x into dx is equal to integral a to b, property number 5. Integral a to b f of x into dx is equal to integral a to b f of a plus b minus x into dx. It's a fifth property. It's also a very important property. പലപ്പോഴും ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ലാസ്റ്റ് 3 ഇയർ ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണാറുണ്ട്. കൂടുതലും നമ്മൾ ഫോർത്ത് പ്രോപ്പർട്ടി മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. പക്ഷേ ഈ പ്രോപ്പർട്ടിയും ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും അത് ഫോർത്ത് പ്രോപ്പർട്ടിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തൊരു പ്രോപ്പർട്ടിയാണ് ഇത് ശരിക്കും പറഞ്ഞത്. പ്രൂഫ് ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് ഞാൻ പ്രൂഫ് അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി minus x into dx. അതാണ് പ്രോപ്പർട്ടി നമ്പർ 5. നോട്ട് ചെയ്യുക, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതിനെ ബേസ് ചെയ്ത് 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ ടെസ്റ്റിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ I is equal to integral of 1 to 2 root x into dx divided by root of 3 minus x plus root x. Root of 3 minus x plus root x. ആക്ച്വലി ഇത് 0 to a ഫോം ആയിരുന്നെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത മോഡൽ, ഐ മീൻ 0 to 3 അങ്ങനെ ഒരു ഫോമിലായിരുന്നെങ്കിൽ നമ്മൾ ലാസ്റ്റ് പ്രോപ്പർട്ടി ഫോർത്ത് അപ്ലൈ ചെയ്ത മോഡൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇതിൻ്റെ എ ടു ബി ഫോമാണ്. സോ ഇയാളെ നമുക്ക് വണ്ണം എടുക്കുക. Then you apply property integral a to b f of x into dx is equal to integral a to b f of a plus b minus x into dx. ആ ഒരു പ്രോപ്പർട്ടി പ്രകാരം ഇയാളെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? I is equal to 1 to 2 എക്സിന് കറസ്പോണ്ടിങ് a plus b minus x എടുക്കുക. ഹിയർ a കറസ്പോണ്ട് ടു 1 ആൻഡ് b കറസ്പോണ്ട് ടു 2 ആകുമ്പോൾ 1 plus 2 എന്ന് പറയുമ്പോൾ എന്തായി മാറും? ന്യൂമറേറ്റർ എക്സിൻ്റെ പൊസിഷനിൽ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് 1 plus 2 3 minus x into dx ആകും. Divided by denominator root of 3 minus x ആകും. പ്ലസ് അഗൈൻ എക്സിൻ്റെ ഭാഗത്ത് എ പ്ലസ് ബി എടുക്കുമ്പോൾ 1 plus 2 that is 3 minus x എന്നായി മാറും. ഈസ് ഈക്വൽ ടു 1 to 2 root of 3 minus x into dx divided by root x plus root of 3 minus x എന്നായി മാറും. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. Now adding these two equations we get answer equation 1 plus equation 2. Left side is I plus I, we get answer 2i is equal to 1 to 2 root x into dx divided by root of 3 minus x plus root x plus then second integral is 1 to 2 root of 3 minus x into dx divided by root x plus root of 3 minus x എന്നും കിട്ടും. ഈ രണ്ട് ടേമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് കിട്ടുക. therefore 2i is equal to രണ്ടിലും കോമൺ ആണ് ഇൻ്റഗ്രൽ, that is 1 to 2. Now the common denominator is same ആണ്. denominator root of 3 minus x plus root x എന്ന ഈ ടേം രണ്ടും സെയിം ആണ്. that is root x plus root of 3 minus x. ഇവിടെ എന്താ കിട്ടുക? root x plus root of 3 minus x into dx എന്നായി മാറും. Here root x plus root of 3 minus x cancel ചെയ്യും because കോമൺ ആണ് ടൈം. ബാക്കി ഇൻ്റഗ്രൽ ഓഫ് 1 into dx നമുക്കറിയാം. ഇൻ്റഗ്രൽ ഓഫ് 1 to 2 1 into dx. 1 ഇൻ്റഗ്രൽ വാല്യൂ x 1 to 2 upper minus lower 2 minus 1 that is 2i is equal to 1 and I is equal to we get answer 1/2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് വരുന്ന പ്രോബ്ലം a to b ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി 5 പ്രകാരം
del a to b f of x into dx equal to del a to b f of a plus b minus x into dx എന്ന് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കൊണ്ടെത്തിക്കാനും കഴിയും. ഇതേ ഫോമിൽ തന്നെ നമുക്ക് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഇൻ്റഗ്രൽ പൈ ബൈ 6 ഇൻ്റഗ്രൽ പൈ ബൈ 6 ടു പൈ ബൈ 3. നിങ്ങളുടെ എൻ സി ആർ ടി തന്നെ ഇതിനെ ബേസ് ഉള്ള ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റൂട്ട് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് എന്നായി മാറും. That is equation number 1. You know the property integral a to b form integral a to b f of x into dx is equal to integral a to b f of a plus b minus x into dx. Using that property, I is equal to, we get answer pi by 6 to pi by 3 root of cos a plus b means pi by 3 plus pi by 6. You know pi by 3 is 60 and pi by 6 is 30. 30 plus 60 is 90. That is cos of 90, that is pi by 2 minus x into dx ആവും. ഡിനോമിനേറ്ററിലും ഇവിടെ എല്ലാം x ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ a plus b minus x ഫോർമുല അപ്ലൈ ചെയ്യുക. that is root of sin of pi by 2 minus x plus root of cos of pi by 2 minus x. That is equal to pi by 6 to pi by 3 root of cos 90 minus x. You know what is cos 90 minus x is sin x into dx divided by root of sin 90 minus x is root cos x plus again root cos 90 minus x is root sin x എന്ന് കിട്ടും. That is equation number I. Equation number 2 എന്ന് എടുക്കാം. I is equal to equation number 2. Now ലാസ്റ്റ് ചെയ്തപോലെ നമുക്ക് ഇവരെ പരസ്പരം എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്താ കിട്ടുക, i പ്ലസ് ഐ ഈസ് ഈക്വൽ ടു 2i ആകും. ഈസ് ഈക്വൽ ടു പൈ ബൈ 6 ടു പൈ ബൈ 3. ഹിയർ റൂട്ട് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് പ്ലസ് പൈ ബൈ 6 ടു പൈ ബൈ 3 റൂട്ട് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് എന്നും കിട്ടും. രണ്ടിൻ്റെയും ഇൻ്റഗ്രൽ കോമൺ ആണ്. ദറ്റ് ഈസ് പൈ ബൈ 6 ടു പൈ ബൈ 3. ഹിയർ ദ കോമൺ ഡിനോമിനേറ്റർ ഈസ് റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. And numerator is again we get root cos x plus root sin x into dx എന്ന് കിട്ടും. ഇത് 2 ടൈംസ് സിമിലർ ആയിട്ട് നമുക്ക് ക്യാൻസൽ ആയി പോകും. ബാക്കി 1 കിട്ടും. 1ൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എക്സ് ലിമിറ്റ് പൈ ബൈ 6 ടു പൈ ബൈ 3. Now applying upper minus lower. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുക, പൈ ബൈ 3 മൈനസ് പൈ ബൈ 6. പൈ ബൈ 3 എന്താണെന്ന് അറിയാമല്ലോ, 60 മൈനസ് 30 ഈസ് അഗൈൻ 60. ദാറ്റ് ഈസ് പൈ ബൈ 3 തന്നെ നമുക്ക് എന്ത് കിട്ടും, ആൻസറായിട്ട് കിട്ടും. ഇത് 2i ആണ്. ആൻഡ് ദെയർ ഫോർ ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എന്നിട്ട് പൈ ബൈ 3 മൈനസ് പൈ ബൈ 6 ദാറ്റ് ഈസ് 6 2 പൈ മൈനസ് പൈ ഓക്കെ 6 ദാറ്റ് ഈസ് നമുക്ക് പൈ ബൈ എന്ത് കിട്ടിയിട്ടുണ്ട് 3. അപ്പോൾ പൈ ബൈ എന്തായി മാറുന്നു, ആൻസർ 6 ആയി മാറുന്നു. പൈ ബൈ പൈ ബൈ 6 അല്ലേ എൽസിയം 6 എന്ത് കിട്ടും, 2 പൈ മൈനസ് പൈ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, പൈ ബൈ 6 എന്ന് കിട്ടും. ആൻഡ് ഫൈനൽ ആൻസർ പൈ ബൈ 12 എന്നായി മാറും. ഫൈനൽ ആൻസർ ഈസ് പൈ ബൈ 12. And therefore the entire value of pi by 6 to pi by 3 root cos x into dx divided by root sin x plus root cos x, answer is pi by 12. ഇതേ ടൈപ്പിൽ തന്നെയാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത്. അതിൻ്റെ സെയിം പൈ ബൈ 3 ടു പൈ ബൈ 6. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് പൈ ബൈ 6 ടു പൈ ബൈ 3 dx ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് ഓഫ് ടാൻ എക്സ്. അതും ഈ പറഞ്ഞ അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കാരണം റൂട്ട് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ്. then you take LCM, we get answer root cos x denominator വരെ അത് ന്യൂമറേറ്റർ പോകുമ്പോൾ റൂട്ട് കോസ് എക്സ് ഇൻറ്റു dx ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. ബാക്കി നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത എങ്ങനെയാണോ അതേ സെയിം വേ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യും. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ആൻസർ പൈ ബൈ 12 തന്നെയാണ് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുക. അതുകൊണ്ട് പ്രോപ്പർട്ടി 5 ബേസുള്ള മെയിനായിട്ടുള്ള NCERT ബേസുള്ള ക്വസ്റ്റ്യൻസ്, അഡീഷണൽ ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് NCERT ബേസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പ്രോപ്പർട്ടി 5ന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടി 6 ആണ്. പ്രോപ്പർട്ടി 6 പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു രണ്ട് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒരു ലിമിറ്റ് മൈനസ് എ ടു എ ഫോമിലാണെങ്കിൽ അതിന് രണ്ട് ആൻസറിനൊരു പോസിബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് ഈസ് 2 ഇൻറ്റു 0 ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ, f of x is an even function, and 0 എന്ന് എടുക്കാം if f of x is an odd function.
Property 6 state that integral minus a to a f of x into dx is equal to രണ്ട് ഫോമിൽ വരാം. ഒന്നുകിൽ 2 into 0 to a f of x into dx കൊടുക്കാം. If f of x is an even function, f of x is an even function, and second is 0 എന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. If f of x is an odd function, f of x is an odd function. അപ്പോൾ ഈ ഫംഗ്ഷനിൽ ഈവൻ ആൻഡ് ഓഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ശരിക്കും ഫംഗ്ഷൻ എന്നുള്ള പോർഷൻ ഫസ്റ്റ് ഇയർ പോർഷനിലാണ് നമ്മൾ ഈവൻ ഫംഗ്ഷൻ എന്താണ് ഓഡ് ഫംഗ്ഷൻ എന്താണെന്ന്. അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ആണോ ഓടാണെന്ന് ഫസ്റ്റ് ഓഫ് ആൾ ക്ലാരിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്കത് ഇൻ്റർവൽ എഴുതാൻ പറ്റുള്ളൂ. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പിന്നെ ഇൻ്റർവൽ വാല്യൂ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് വി ഗെറ്റ് ആൻസർ 0. ഈവൻ ആണെങ്കിൽ അയാളെ ഈ ഒരു ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്ത് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇൻറ്റഗ്രേഷൻ സിമ്പിളാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എന്താണ് ഈവൻ ഫംഗ്ഷൻ, എന്താണ് ഓഡ് ഫംഗ്ഷൻ? അതായത് ഒരു എക്സിൻ്റെ പൊസിഷനിൽ നമ്മൾ -x കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. അതേസമയം എഫ് ഓഫ് -xൻ്റെ വാല്യൂ അതേ ഫംഗ്ഷൻ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഈസ് ടു ബി ആൻ ഈവൻ ഫംഗ്ഷൻ. ഇത്രയേ ഉള്ളൂ ഈവൻ ആൻഡ് ഓഡ് ചെക്ക് ചെയ്യുന്നത്. ഫംഗ്ഷനിൽ എക്സ് റീപ്ലേസ് ചെയ്ത് -x കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ കിട്ടിയാൽ ഫംഗ്ഷൻ ഈസ് ടു ബി ആൻ ഓഡ് ഫംഗ്ഷൻ. എക്സ് റീപ്ലേസ് ചെയ്ത് -x കൊടുക്കുമ്പോൾ സെയിം ഫംഗ്ഷൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ടു ബി ആൻ ഈവൻ ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഈവൻ ആണോ ഓടാണോ ചെക്ക് ചെയ്യുന്ന സമയത്ത് എക്സ് റീപ്ലേസ് ചെയ്ത് -x എടുക്കുമ്പോൾ സൈൻ -x എന്നായി മാറും. നമുക്കറിയാലോ സൈൻ -θ ഈസ് -sin θ, ദറ്റ് ഈസ് -sin x ആവും, ദറ്റ് ഈസ് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആവും. ഫംഗ്ഷൻ ഈസ് ടു ബി എന്ത് ഫംഗ്ഷനാ? ഓഡ് ഫംഗ്ഷൻ. അതേസമയം സപ്പോസ് ഈ ടേക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എടുത്താൽ എഫ് ഓഫ് -x എന്ന് പറയുമ്പോൾ കോസ് ഓഫ് -x ആണ്. കോസ് -θ നമുക്കറിയാം കോസ് എക്സ് ആണ്, ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണ്. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ആൻസർ ആയിട്ട് കിട്ടി. ഫംഗ്ഷൻ ഈസ് ടു ബി ആൻ ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ പറയുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ, കോസ് എക്സ് ഈവൻ ഫംഗ്ഷനാണ്, സൈൻ എക്സ് ഓഡ് ഫംഗ്ഷനാണ്. സിമിലർലി ഇപ്പോൾ പോളിനോമിയൽ കേസ് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഈസ് എൻ ഓഡ് ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സിൽ x² എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷനാണ്. കാരണം അവിടെ -x കൊടുക്കുമ്പോൾ സെയിം ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഈവൻ ആണോ ഓടാണെന്ന് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ. ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഓടാണെങ്കിൽ പിന്നെ വേറെ ഇൻറ്റഗ്രേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആൻസർ എന്ന് കൊടുക്കാൻ പറ്റും, 0 എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോപ്പർട്ടി 6നെ ബേസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ പറയാം. ഇന്റഗ്രൽ ഓഫ് -π/2 to +π/2 sin raised to 5x into dx. -π/2 to +π/2 sin raised to 5x into dx. ഇപ്പോൾ നമുക്കറിയാം -a to +a ഫോമിലാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി 6 ചിന്തിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഫൈൻഡ് എഫ് ഓഫ് എക്സ് സെലക്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ റൈസ് ടു 5x. -a to a ഫോമിലായതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ദറ്റ് ഈസ് എക്സ് റീപ്ലേസ് ചെയ്ത് നമുക്ക് -x കൊടുക്കുമ്പോൾ സൈൻ റൈസ് ടു 5 -x എന്നായി മാറും. നമുക്കറിയാം സൈൻ -θ ഈസ് -sin θ ആണ്. അതുകൊണ്ട് തന്നെ ഇയാളെ നമുക്ക് -sin റൈസ് ടു 5x എന്ന് കൊടുക്കാം. കാരണം സൈൻ -x -sin വരും, പക്ഷേ അത് ഹോൾ റൈസ് ടു 5 വരുമ്പോൾ നെഗറ്റീവ് നമ്പർ റൈസ് ടു ആൻ ഓഡ് നമ്പർ നെഗറ്റീവ് തന്നെ വീണ്ടും വരും. അതുകൊണ്ട് തന്നെ ഹോൾ റൈസ് ടു ആൻ ഈവൻ നമ്പർ ആയിരുന്നെങ്കിൽ അത് പോസിറ്റീവ് ആകുമായിരുന്നു. സൈൻ റൈസ് ടു -x എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻ നമുക്ക് -sin റൈസ് ടു 5x എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. കാരണം പവർ വന്നിട്ട് സൈൻ റൈസ് ടു -x മീൻസ് സൈൻ -x ദ ഹോൾ റൈസ് ടു 5 എന്നാണ്. അതുകൊണ്ട് തന്നെ മൈനസ് പുറത്ത് വരും, കാരണം പവർ വന്നിട്ട് ഓഡ് നമ്പർ ആയതുകൊണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നായി മാറും. എഫ് ഓഫ് -x ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് വന്നുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷനാണ്. ആൻഡ് ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ആൻഡ് നമ്മുടെ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ആൻസർ എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. കാരണം ഇത് പലപ്പോഴും 1 വേർഡ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റൻ അല്ലെങ്കിൽ 2 മാർക്ക് സെക്ഷനിൽ ഇത് ചോദിക്കാൻ സാധിക്കും. 2 മാർക്ക് സെക്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ ഈവൻ ആണോ ഓടാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്താൽ പറ്റുള്ളൂ. ഇവിടെ ക്ലിയർ ആയിട്ട് ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആൻഡ് ദെയർഫോർ ദ ഇൻ്റഗ്രൽ വാല്യൂസ് ആൻസർ ഈസ് 0 ആണ്. എപ്പോഴും ഇങ്ങനെ 0 വരണമെന്നില്ല, ഫംഗ്ഷൻ ഓടാണെങ്കിൽ മാത്രമേ ആൻസർ 0 ആയി മാറുള്ളൂ. ഇപ്പോൾ I is equal to -π/3 to +π/3 log of 2 minus sin x, 2 minus sin x divided by 2 plus sin x into dx ചോദിച്ചാൽ, അപ്പോൾ ഈ -a to a ഫോമിൽ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വി ഫൈൻഡ് എഫ് ഓഫ് -x. അപ്പോൾ ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സ് സെലക്ട് ചെയ്യുക. ദറ്റ് ഈസ് log of 2 minus sin x divided by 2 plus sin x എടുക്കുക. Then you find f of -x. f of minus എന്ന് പറയുമ്പോൾ log of 2 minus sin -x divided by
2 പ്ലസ് സൈൻ മൈനസ് എക്സ് എന്നായി മാറും. ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ്, നമുക്കറിയാലോ സൈൻ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ തീറ്റയാണ്. ആ മൈനസും ഈ മൈനസ് കൂടി ചേർന്ന് പ്ലസ് ആവും. ഇവിടെ പ്ലസ് ആവും. ലോഗ് സൈൻ മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ്, അപ്പോൾ മൈനസിൻ്റെ മൈനസ് പ്ലസ് ആയി. ലോഗ് ഓഫ് 2 പ്ലസ് സൈൻ എക്സ്, ഇവിടെയോ സൈൻ മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് ആവും. ഇപ്പോൾ 2 മൈനസ് സൈൻ എക്സ് എന്നായി മാറും. ലോഗിൻ്റെ തന്നെ ഒരു റൂള് തന്നെയാണ് ലോഗ് ഓഫ് എ ബൈ ബി എ. ടേമുകളെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താൽ ന്യൂമറേറ്റർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായി മാറും? ലോഗ് ഓഫ് ബി ബൈ എ റൈസ് ടു മൈനസ് ഉണ്ടെന്നായി മാറും. കാരണം b raised to minus 1 by a raised to minus 1, that is b by a all raised to minus 1, which is of the form log a raised to n is equal to n log a ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മൈനസ് ലോഗ് ബി ബൈ എ എന്നായി മാറും. മൈനസ് ലോഗ് ബി ബൈ എ എന്നായി മാറും. അപ്പോൾ ടേമുകളെ ന്യൂമറേറ്റർ ടേമുകളെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താൽ ലോഗിൻ്റെ ടൈം എങ്ങനെയായി മാറും? മൈനസ് ലോഗ് ബി ബൈ എ. സിമിലർലി ഇവിടെ വരുമ്പോഴോ ഞാൻ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ മാറ്റി കഴിയുമ്പോൾ ഇതെന്തായി മാറും? മൈനസ് ലോഗ് ഓഫ് 2 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സൈൻ എക്സ് എന്നായി മാറും. കാരണം ഇത് പവറിൽ കൊണ്ടുപോകുമ്പോൾ മൈനസ് ഉണ്ടാവും. ആ മൈനസ് കോമൺ മൈനസ് പുറത്തോട്ട് കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ഫംഗ്ഷനാണ്, ദാറ്റ് ഈസ് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നായി മാറി. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് വി ഗെറ്റ് ആൻസർ മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് therefore the entire value of this term is ആൻസർ become 0 എന്നായി മാറും. അപ്പോൾ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് വരുമ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ആൻഡ് എഫ് ഓഫ് പ്ലസ് എക്സ് എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിച്ച് അതേ ഫംഗ്ഷൻ തന്നെ ആൻസർ ആയിട്ട് കിട്ടുമെങ്കിൽ ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ 2 എന്ന് എക്സ്പ്രസ് ചെയ്യാം. അത് റെയർ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ ടെസ്റ്റിനകത്ത് പറയുന്നുള്ളൂ. അല്ലാത്ത കേസെല്ലാം തന്നെ ഓഡ് ഫംഗ്ഷൻ തന്നെയാണ് വരുന്നത്. ഇതുപോലെ തന്നെ -1 to 1 എക്സ് ഇൻറ്റു മോഡ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു മോഡ് എക്സ് ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് ഇൻറ്റു മോഡ് മൈനസ് എക്സ്. മോഡ്ലെസ് ഓഫ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി ഈസ് അഗൈൻ വി ഗെറ്റ് എ പോസിറ്റീവ് വാല്യൂ, ദാറ്റ് ഈസ് മൈനസ് എക്സ് ഇൻറ്റു മോഡ് എക്സ് തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. എഫ് ഓഫ് മൈനസ് എക്സ് ആൻസർ എന്ന് കിട്ടി മൈനസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് മീൻ അവർ ഫംഗ്ഷൻ ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. അവർ ഫംഗ്ഷൻ ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് കിട്ടിയാൽ ഓഡ് ഫംഗ്ഷൻ ആൻഡ് therefore the entire value of this term is ആൻസർ ഈസ് 0 എന്നും കിട്ടും. ദാറ്റ്സ് ഓൾ. അപ്പോൾ പ്രോപ്പർട്ടി 6 ബേസിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോപ്പർട്ടി 6ഉം. പ്രത്യേകിച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പലപ്പോഴും ചോദിച്ച് കയറാറുണ്ട് ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി വരുന്ന നമ്മുടെ പ്രോപ്പർട്ടീസിലെ ലാസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി നമ്പർ 7. പ്രോപ്പർട്ടി 7 എന്താ പറയുന്നത് വെച്ചാൽ 0 to 2a f of x into dx is equal to 0 to 2a f of x into dx is equal to 2 into 0 to a f of x into dx എന്ന് എഴുതാം. കണ്ടീഷൻ f of 2a minus x is equal to f of x ആണെങ്കിൽ, അല്ലെങ്കിൽ 0 എന്ന് കൊടുക്കാം. എഫ് ഓഫ് 2a മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് വന്നാൽ സ്വല്പം ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണത്. വളരെ സൂക്ഷ്മതയോടെ നിങ്ങളത് പഠിച്ചു വയ്ക്കണം. കാരണം ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ടെസ്റ്റിനകത്ത് ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻസ് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാക്ടീസുകൾ 0 to 2a ഇവിടെ വരുന്നത് എപ്പോഴും ഒരു ആംഗിളിൻ്റെ ഡബിൾ ആംഗിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്യും. 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക, അതേ നിവൃത്തിയുള്ളൂ. അപ്പോൾ 0 to 2a എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഫോമിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ 0 ആവും. ഇപ്പോൾ എഫ് ഓഫ് 2a മൈനസ് എക്സ് മീൻ ഇവിടെ കിട്ടുന്ന ആംഗിൾ ഫംഗ്ഷനിൽ കൊടുത്തു പോകുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ പറയാം, ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ 0 to പൈ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് നമുക്ക് ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഓൾറെഡി അറിയാം. പക്ഷേ നമ്മൾ ഈ പ്രോപ്പർട്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എഫ് ഓഫ് 2a മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വി ഫൈൻഡ് എഫ് ഓഫ് പൈ മൈനസ് എക്സ്. എഫ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ പൈ മൈനസ് എക്സ് നമുക്കറിയാമല്ലോ. സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ തന്നെയാണ്. അതായത് ഈ സൈൻ എക്സ് തന്നെ കിട്ടും, പോസിറ്റീവ് ആണ്. അപ്പോൾ എഫ് ഓഫ് 2a മൈനസ് എക്സ് 2a കറസ്പോണ്ടിങ് ഇവിടെ ആംഗിൾ പൈ ആണ്. അപ്പോൾ എഫ് ഓഫ് പൈ മൈനസ് എക്സ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് അതേ ഫംഗ്ഷൻ തന്നെ ആൻസർ ആയിട്ട് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇയാൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? 2 into 0 to pi by 2 ഇവിടെ കിട്ടുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിട്ട് 2 into 0 to pi by 2 സൈൻ എക്സ് എന്ന് എക്സ്പ്രസ് ചെയ്യാം. എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഈ ഇൻറ്റഗ്രൽ വാല്യൂയും ഈ ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന വാല്യൂയും സെയിം ആയിരിക്കും. ഇത്തരം കേസിൽ നമുക്ക് ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. ശരിക്കും കുറച്ച് ഹാർഡായിട്ട് ചില പ്രോബ്ലംസ് ആയിരിക്കും. ഡയറക്റ്റായിട്ട് നമുക്ക്
ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേജുകളിൽ ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് അതിനെ മാക്സിമം സിമ്പിളാക്കി നമ്മൾ ചെയ്തു പോകാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഇൻ്റഗ്രൽ ഓഫ് 0 to 2π cos raised to 5x, അതായത് നമുക്ക് ഇതിൽ പറയുന്നുണ്ട് 0 to 2π cos raised to 5x into dx. അല്ലാതെ നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പ്രോപ്പർട്ടി കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇതിന് ആൻസർ കൊണ്ടെത്തിക്കാൻ പറ്റും. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം. ദെൻ യൂസിങ് പ്രോപ്പർട്ടി നമ്മൾ ആദ്യം എഫ് ഓഫ് 2a - x കണ്ടുപിടിച്ച് നോക്കാം. എഫ് ഓഫ് 2a - x എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2π - x ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. എഫ് ഓഫ് 2π - x എന്ന് പറഞ്ഞാൽ cos 2π - x റൈസ് ടു 5 ആണ്. എക്സിന് പകരം 2π - x. 2π എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ 360 ആണ്. 360 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി എഫക്റ്റ് ആണ്. ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ട്. അപ്പോൾ 0 - x എന്ന് പറഞ്ഞാൽ എന്താണ്? -x ആണ്. cos - x എന്ത് തന്നെയാണ്? cos x തന്നെ. ഈക്വൽ ടു ആൻസർ എന്ത് തന്നെ കിട്ടും? cos റൈസ് ടു 5x തന്നെ കിട്ടും. ഈസിക്കൽ ആൻസർ എന്ത് തന്നെ കിട്ടി? എഫ് ഓഫ് എക്സ് തന്നെ കിട്ടി. അപ്പോൾ എഫ് ഓഫ് 2a - x പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് തന്നെ കിട്ടി? എഫ് ഓഫ് എക്സ് തന്നെ കിട്ടി. അപ്പോൾ ഇയാളെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 2 × 0 to ഇവിടെ കിട്ടുന്ന ആംഗിളുടെ ഹാഫ് ആംഗിൾ 2πയുടെ പകുതി പൈ അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് cos റൈസ് ടു 5x into dx എന്നാക്കി മാറ്റി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും നമ്മൾ പ്രോപ്പർട്ടി 4 അപ്ലൈ ചെയ്യും. പ്രോപ്പർട്ടി 4 എന്താ പറയുന്നത്? 0 to a f of x into dx is equal to പ്രോപ്പർട്ടി 4. കാരണം ഇനി ചെയ്യുന്ന 3 പ്രോബ്ലം, ഈ ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത വീഡിയോസ് പറയുന്ന 2 പ്രോബ്ലവും ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 5 ടൈംസ് എങ്കിലും ചെയ്ത് പ്രാക്ടീസ് മെമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ഇത്ര ടഫാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടെന്നൊരു ചോദ്യം നിങ്ങൾക്ക് അർത്ഥമില്ല. ഇന്ന പ്രോപ്പർട്ടി അപ്ലൈ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കുന്ന പോലെ ചെയ്ത് വെച്ചിരിക്കുക. വേറെ സൊല്യൂഷൻ ഇല്ല. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. അതത്രയും നിങ്ങൾ പ്രിപ്പയർഡ് ആക്കി വെച്ചിരിക്കുക. ഇതൊന്ന് അടുത്ത 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2 × 0 to π cos raised to 5x നമ്മൾ വീണ്ടും ഈ ഒരു പ്രോപ്പർട്ടി 0 to f of x into dx is equal to 0 to f of a - x into dx അപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 0 to π ഇവിടെ നമ്മൾ cos റൈസ് ടു 5 into എക്സിന് പകരം ഇവിടെ വരുന്നത് ആംഗിളിന് പകരം വരുന്നത് പൈ ആണ്. π - x into dx ആവും. ഈക്വൽ 2 into 0 to π. വാട്ട് ഈസ് cos 180 - θ? cos തീറ്റനെ പക്ഷേ സെക്കൻഡ് ക്വാഡ്രന്റ് വരുന്നതുകൊണ്ട് cos 180 - θ അതേ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. അവിടെ cos 180 - x cos π - x ആൻസർ ഈസ് -cos x എന്നായി മാറും. അപ്പോൾ cos റൈസ് ടു 5 π - x എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? -cos x ദ ഹോൾ റൈസ് ടു 5 എന്നാണ്. cos റൈസ് ടു 5 π - x മീൻസ് ശരിക്കും cos റൈസ് ടു 5 π - x എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. cos റൈസ് ടു 5 π - x എന്ന് പറഞ്ഞാൽ cos ഓഫ് π - x ദ ഹോൾ റൈസ് ടു 5 എന്നാണ് കറക്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു cos 180 - θ -cos θ. അപ്പം -cos x ദ ഹോൾ റൈസ് ടു 5 എന്നാവും. നെഗറ്റീവ് നമ്പർ റൈസ് ടു ഓഡ് നമ്പർ നെഗറ്റീവ് തന്നെ കിട്ടും. അങ്ങനെ -cos x ദ ഹോൾ cos റൈസ് ടു 5x എന്ന് ആൻസർ കിട്ടും. ദാറ്റ് നമുക്ക് ഇവിടെ നമുക്ക് cos റൈസ് ടു 5 π - x വരെ നമുക്ക് നോക്കാം -cos. ഇവിടെ നോക്കാം -cos റൈസ് ടു 5x into dx എന്നായി മാറും. ലെഫ്റ്റ് സൈഡ് ഉള്ളത് i ആണ്. ഐനെയാണ് നമ്മൾ പ്രോപ്പർട്ടി 7 അപ്ലൈ ചെയ്ത് ഈ ഒരു ലെവലാക്കി എടുത്ത് 0 to π cos റൈസ് ടു 5x ആക്കി. അതിന് നമ്മൾ വീണ്ടും പ്രോപ്പർട്ടി 4 അപ്ലൈ ചെയ്ത് ഇവിടെ പ്രോപ്പർട്ടി 4 അപ്ലൈ ചെയ്തു. ഇവിടെ പ്രോപ്പർട്ടി 4 ഇവിടെ പ്രോപ്പർട്ടി 7 അപ്ലൈ ചെയ്തു. ഈ രണ്ടും അപ്ലൈ ചെയ്ത് നമ്മൾ എന്താക്കി ഈക്വലായി. ഇത് സംഭവം -2 × 0 to π cos റൈസ് ടു 5x എന്ന് പറഞ്ഞാൽ സംഭവം i തന്നെയാണ്. ഇയാൾക്ക് i കൊടുക്കാം. ലെഫ്റ്റ് സൈഡ് i ഉണ്ട്. ആ -i ഇപ്പുറത്ത് വരുമ്പോൾ i + i 2i is equal to 0. ദാറ്റ് ഇംപ്ലൈസ് i is equal to 0/2. ആൻസർ 0 എന്ന് വളരെ സിമ്പിളായി ആൻസർ കൊണ്ടെത്തിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി നല്ല രീതിയിൽ ബൈ ഹാർട്ട് ആക്കിയാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത വീഡിയോ കാണുന്ന 2 ക്വസ്റ്റ്യനും നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 0 to 2π cos റൈസ് ടു 5x into dx നമ്മൾ പ്രോപ്പർട്ടി 7 അപ്ലൈ ചെയ്ത് അങ്ങനെ എഴുതി 2 × 0 to π ഇതിനെ ഹാഫ് ആക്കി കോസ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എഫ് ഓഫ് 2a - x നമുക്ക് എന്ത് തന്നെ കിട്ടുന്നുണ്ട്? എഫ് ഓഫ് എക്സ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എഫ് ഓഫ് 2a - എഫ് ഓഫ് എക്സ് കിട്ടിയാൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാം 2 × 0 to എന്ന് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ 2 × 0 to 2πയുടെ ഹാഫ് π into cos റൈസ് ടു 5x ആക്കി എഴുതി. എഗെയിൻ വി അപ്ലൈ പ്രോപ്പർട്ടി 4. ഈ സ്റ്റേജ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രോപ്പർട്ടി 4 അപ്ലൈ ചെയ്യുമ്പോൾ 0 to f of x ഫോമിൽ എങ്ങനെ എഴുതും? 0 to f of a - ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ cos ഓഫ് π - x cos റൈസ് ടു 5 π - x dx cos 180 - θ -cos θ ആണ്. അപ്പം -cos x റൈസ് ടു 5 ആവും. മൈനസ് പുറത്ത് വരും. അപ്പോൾ -2 × 0 to π cos റൈസ് ടു 5x dx ആവും. അപ്പോൾ ഇത് നമുക്ക് i തന്നെയാണല്ലോ. അപ്പോൾ ഇയാൾക്ക് വരാൻ -i കൊടുത്തു. i + i 2i
0 ആൻഡ് therefore I ആൻസർ എന്ത് കിട്ടും 0 എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രോപ്പർട്ടി 7 ബേസ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള 2 ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊരു 5 ടൈംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളണം. തൽക്കാലം ഈ വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം.